നിന്നിലായി. രചന ഹരിത. അവതരണം അഷിക. ഓഡിറ്റോറിയത്തിലെ ഗ്രീൻ റൂമിൽ സർവാഭരണ വിഭൂഷിതയായി ഒരുങ്ങിയിരിക്കുമ്പോൾ ആരാധ്യയുടെ ഉള്ളിൽ എല്ലാവരോടും എല്ലാത്തിനോടും വല്ലാത്ത ദേഷ്യം തോന്നി. ഒരിക്കലും ഇങ്ങനൊരു വിവാഹ ജീവിതം താൻ ആഗ്രഹിച്ചിട്ടോ സ്വപ്നം കണ്ടിട്ടോ ഇല്ല. അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റ്സിനോട് വെറുപ്പാണ്. തന്റെ സ്വപ്നങ്ങൾ എല്ലാം ഒരു താലിച്ചരടിൽ കുരുങ്ങിയില്ലാതാവാൻ പോകുന്നു. കടപ്പാടുകളുടെയും ബന്ധങ്ങളുടെയും പേരിൽ. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഹേയ് മിസ് കോളേജ് ബ്യൂട്ടി, കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ സ്വപ്നം കാണുവാണോ? എന്താ കാണുന്നേ? വയലിൽ കൂടി ഉഴുതുമറിക്കാൻ പോകുന്ന നിന്റെ ഭർത്താവിന്റെ പിറകെ ചോറും ചോറ്റുപാത്രത്തിലാക്കി അയാളുടെ പുറകെ വീർപ്പൊപ്പാൻ പോകുന്ന നിന്നെയോ? അല്ല, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഏതോ ഒരു കൃഷിക്കാരനെ കെട്ടാനായിരുന്നോ നീ 1ാം റാങ്കൊക്കെ വാങ്ങി പാസ്സായത്? എന്തൊക്കെയായിരുന്നു! ലോകമറിയപ്പെടാൻ പോകുന്ന വ്യക്തിയാകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എന്നിട്ടോ ഇപ്പൊ വെറും 4ാം ക്ലാസ്സുകാരൻ കർഷകന്റെ ഭാര്യയാകുന്നു. സോ സാഡ്. നീ ഞങ്ങളോടൊന്നും വലിയ കമ്പനിക്കൊന്നും വരില്ലായിരുന്നല്ലോ. നിന്റെ റേഞ്ചിന് ഞങ്ങളെയൊന്നും പിടിക്കുകയില്ലായിരുന്നല്ലോ. ഇപ്പൊ നിന്റെ റേഞ്ചിലുള്ള ആളെ തന്നെ കിട്ടിയില്ലേ? കഷ്ടം. അപ്പോഴാണ് ആന്റിയും വേറെ ചില ബന്ധുക്കളും തന്റെ അടുത്തേക്ക് വന്നത്. ആന്റി തന്നെ ചേർത്തു പിടിച്ച് മുത്തം തന്നപ്പോൾ അവളും അവരുടെ നെഞ്ചിലേക്ക് എരിയുന്ന മനസ്സുമായി ചേർന്നു. ഷാമിലിയും ഫ്രണ്ട്സും ഗ്രീൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഹോ, ഇപ്പോഴാ സമാധാനമായത്. എന്തൊക്കെയായിരുന്നു അവളുടെ ജാട! കാണാൻ കുറച്ച് ഭംഗിയും കുറച്ച് ബുദ്ധിയും ഉണ്ടെന്ന പേരും നമ്മളൊക്കെ വെറും പുല്ല് വിലയിലെ അവള് തന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഒരിക്കലും ഈ വിവാഹത്തിന് വരില്ലെന്ന് കരുതിയതാ. അവളുടെ ആന്റി വിളിച്ചെങ്കിലും വരില്ലെന്ന് തന്നെ തീരുമാനിച്ചതാ. പക്ഷെ അവളെ കെട്ടുന്ന ഒരു പട്ടിക്കാട്ടുകാരൻ കർഷകനാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഇതുപോലൊരു നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവളുടെ അങ്കിളിന്റെ വല്ല ഫ്രണ്ട്സും ആയിരിക്കും. അയാള് പറഞ്ഞാൽ അവൾ എന്തും ചെയ്യുമല്ലോ. ഏതെങ്കിലും കിളവന്മാരായിരിക്കും കെട്ടുന്നത്. ഇതെന്തായാലും നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ട്. കമോൺ ഗൈസ്. ശാലിനി അവരുടെ ഫ്രണ്ട്സുമായി കല്യാണ മണ്ഡപത്തിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു. ചെറുക്കനെ ആനയിച്ചു കൊണ്ടുവരുന്ന സമയമായപ്പോൾ അവർ ആകാംക്ഷയോടെ തിരിഞ്ഞു നോക്കി. ആളുകളുടെ മധ്യത്തിലൂടെ താലപ്പൊലിയുടെ അകമ്പടിയോടെ നടന്നു വരുന്ന സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ട് അവരുടെ കണ്ണുകൾ തള്ളി. ഏതോ കിളവനായിരിക്കുമെന്ന് കരുതി കൃഷിക്കാരനെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിപ്പോ... മണ്ഡപത്തിലിരിക്കുന്ന ആദിയെ എല്ലാരും കണ്ണെടുക്കാതെ നോക്കി. അത്രയും സുന്ദരനായിരുന്നു അവൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരാധ്യയുടെ ആന്റിയും അങ്കിളും അവളുമായി വന്നു. മണ്ഡപത്തിലിരിക്കുമ്പോഴും താലി കെട്ടുമ്പോഴും ഒന്നും അവനെ ഒന്ന് നോക്കാൻ അവൾക്ക് തോന്നിയില്ല. ഇതുവരെ അവനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അതിനുള്ള അവസരം താനായി തന്നെ ഒഴിവാക്കിയതാണ്. സിന്ദൂരം നെറുകയിൽ പതിക്കുമ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണിലെ പുച്ഛഭാവം അവനിൽ സംശയം ഉണ്ടാക്കി. അങ്കിളിനോടും ആന്റിയോടും താൻ യാത്ര പറയുമ്പോൾ അവൾക്ക് സങ്കടമൊന്നും തോന്നിയില്ല. എത്രയും പെട്ടെന്ന് താൻ തിരിച്ചു വരും. പിന്നെ എന്തിനു വിഷമിക്കണം? ആ നരകത്തിൽ നിന്നും ഏത് വിധേയും താൻ രക്ഷപ്പെടും. മെയിൻ റോഡ് കടന്ന് ഏതോ ഉൾവഴിയിലേക്ക് അവരുടെ കാർ കയറി. ചുറ്റിലും പാടവും പുഴയും കായലും, ഓടിക്കളിക്കുന്ന കുറെ പിള്ളേരും, കൊച്ചു കൊച്ചു കടകളും. മുംബൈ പോലൊരു നഗരത്തിൽ ജീവിച്ച അവൾക്ക് അതൊക്കെ കണ്ടപ്പോൾ ഒരു പുച്ഛം തോന്നി. ഇതുപോലൊരു സ്ഥലത്ത് ഇനിയുള്ള തന്റെ ജീവിതമോ? ഇല്ല, ഒരിക്കലും നടക്കില്ല. ശിവപുരം ഗ്രാമത്തിന്റെ ഒത്തനടുക്കായുള്ള ശിവക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായാണ് പാലയ്ക്കൽ തറവാട്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തറവാട്ടിലെ കൃഷ്ണകുമാറിന്റെയും ശ്രീലതയുടെയും മകൻ ആദ്യവിന്റെ ഭാര്യയായാണ് ആരാധ്യ വരുന്നത്. ശ്രീലത കൊടുത്ത വിളക്കുമായി ഉള്ളിലേക്ക് കയറുമ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ കഴിയണേ എന്ന് അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചത്. ഒരു നിമിഷം ആ വിളക്കൊന്ന് ഊതിക്കെടുത്താൻ പോലും അവൾക്ക് തോന്നിപ്പോയി. അവന്റെ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. പഴയ തറവാടാണെങ്കിലും മുറികളെല്ലാം പുതിയ രീതിയിലുള്ളതാണ്. അവളുടെ പിറകെ ആ വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങൾ ഏട്ടത്തി എന്നും വിളിച്ചുകൊണ്ട് അവളുടെ പുറകെ കയറി. ആരാധ്യയ്ക്ക് ആകെ വിറഞ്ഞു കയറി. ശല്യങ്ങള്. അവൾക്ക് തനിച്ചിരിക്കണം, ശല്യപ്പെടുത്താൻ വരരുത് എന്നും പറഞ്ഞുകൊണ്ട് കുട്ടികളെ പുറത്താക്കി വാതിലടിച്ചു. കുട്ടികൾക്ക് വല്ലാത്ത വിഷമം തോന്നി. പുതിയ ഏട്ടത്തി വരുമ്പോൾ തങ്ങൾക്ക് പുതിയ ഒരാളെ കൂട്ടിന് കിട്ടുമെന്നൊക്കെ സ്വപ്നം കണ്ടതാണ്. അവരെ ആശ്വസിപ്പിച്ച് കൂട്ടത്തിലെ മുതിർന്ന കുട്ടികളായ അമ്മുവും മാളുവും അവിടെ നിന്നും കൊണ്ടുപോയി. പാലയ്ക്കൽ തറവാട്ടിലെ പുതിയ കൊച്ചുമകളെ കാണാൻ ആ നാട്ടിലെ കുറച്ച് പേരൊക്കെ എത്തി. എന്നാൽ ആരെയും കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ അവൾ മുറിയിൽ തന്നെ ഇരുന്നു. നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനാണ് ആദി. അവരൊക്കെ നിരാശയോടെ മടങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ അവന് വല്ലാത്ത അമർഷം തോന്നി. രാത്രിയിൽ ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോൾ അവൾ താഴേക്ക് ചെന്നു. ചുട്ടരച്ച ചമ്മന്തിയും പപ്പടവും എല്ലാമായി നല്ല അസ്സല് പാൽക്കന്നിയായിരുന്നു. അത് കണ്ടപ്പോഴേ ആരാധ്യ ഒരു ഓക്കാനത്തോടെ എണീറ്റു. ഇതുപോലുള്ള ഫുഡൊന്നും ഞാൻ കഴിക്കില്ല, എനിക്ക് വേണ്ട. ആദിയുടെ ചെറിയച്ഛൻ പണിക്കാരനെ വിട്ട് അവൾക്കായി ബ്രെഡും സ്പ്രെഡും വാങ്ങിച്ചു. അവൾ പട്ടിണിയിരിക്കുന്നത് അവർക്ക് ഓർക്കാൻ കൂടി കഴിയില്ലായിരുന്നു. അത് വാങ്ങി നൽകിയെങ്കിലും അവളുടെ മുഖം അത്ര തെളിഞ്ഞില്ല. രാത്രി മുറിയിലേക്ക് വന്ന ആദി അവളെ ഒന്ന് നോക്കി. ഒരു നൈറ്റ് ഡ്രസ് ഇട്ട് കട്ടിലിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നുണ്ട്.
ആദ്യ രാത്രിക്ക് വേണ്ടി ഒരുങ്ങാൻ വല്യമ്മയോ അമ്മയൊക്കെ വിളിച്ചപ്പോ അവൾക്ക് അത്തരത്തിലുള്ള വേഷം കെട്ടലൊന്നും താല്പര്യമില്ലത്ര. അവളുടെ അങ്കിളിനോട് ഈ വീട്ടുകാർക്കുള്ള കടപ്പാടും സ്നേഹബന്ധവും ഇതൊക്കെ ഓർത്തിട്ടാണ് ഈ കല്യാണത്തിന് പോലും സമ്മതിച്ചത്. തനിക്കൊരു ചേർന്ന ആളേ അല്ലെന്ന് അവൾ ആദ്യ ദിവസം തന്നെ തെളിയിച്ചല്ലോ. ഇത് ഇങ്ങനെ എത്ര നാൾ മുമ്പോട്ട് കൊണ്ടുപോകും? വന്നോ താൻ? തന്നെ ഒന്ന് കാണാൻ തന്നെ ഇരിക്കുവായിരുന്നു ഞാൻ. അവളെ ഒരു സംശയത്തോടെ അവൻ നോക്കി. താൻ എന്താ വിചാരിച്ച എന്നെ കുറിച്ച്? തനിക്ക് എന്നെ പറ്റി എന്തറിയാം? എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഞാനെന്ന് തനിക്കറിയോ? എന്നെ ഇതുപോലൊരു വീട്ടിൽ അടുക്കളക്കാരിയാക്കാമെന്ന് കരുതിയോ? ഇത്രയും വിവരവും വിദ്യാഭ്യാസവുമുള്ള എന്നെപ്പോലൊരു പെൺകുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവുമെന്ന് തനിക്കൊന്ന് ചിന്തിച്ചുകൂടായിരുന്നു? അതിന് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും വേണം. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തനിക്ക് അതിനുള്ള ഒരു അർഹതയുണ്ടോ എന്നൊരു ചിന്ത പോലും ഇല്ലായിരുന്നു. എന്നെ വിവാഹം കഴിച്ചാൽ കിട്ടാൻ പോകുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളിലായിരിക്കുമല്ലോ നോട്ടം. എന്റെ അങ്കിളിനോട് എനിക്കുള്ള കടപ്പാട് കൊണ്ട് മാത്രമാ ഈ വിവാഹം നടന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രം. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല തന്നെ പോലൊരാൾക്ക് എന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ അങ്കിളിന് എങ്ങനെ തോന്നിയെന്ന്. എന്തായാലും എന്ത് ചെയ്തിട്ടായാലും ഈ വീട്ടിൽ നിന്ന് ഞാൻ ഉടനെ ഇറങ്ങും. ഈ നരകത്തിൽ ജീവിക്കാൻ വേണ്ടി മണ്ടിയൊന്നുമല്ല ഞാൻ. അവൾ അവനെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ആദ്യം ഒന്നും മിണ്ടാതെ ബാൽക്കണിയിൽ പോയി കിടന്നു. ഇനിയുള്ള തന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നത് അവനൊരു വലിയ സമസ്യ തന്നെയായിരുന്നു. പിറ്റേന്ന് രാവിലെയും ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ അവൾ കൂട്ടാക്കിയില്ല. ആരെയൊക്കെയോ ഫോൺ ചെയ്തും വെറുതെ ഇരുന്നും അവൾ നേരം കഴിച്ചു കൂട്ടി. അവിടെ ഉണ്ടാക്കിയ ആഹാരം ഒന്നും കഴിക്കാൻ അവൾ ചെന്നില്ല. എല്ലാവരും വന്ന് വിളിച്ചെങ്കിലും അവൾ താഴേക്ക് പോയില്ല. ആ ബ്രെഡും സ്പ്രെഡും മാത്രം കഴിച്ച് അവൾ നേരം തള്ളി നീക്കി. എല്ലാവരും അവരുടെ പ്രവൃത്തിയിൽ വിഷമമുണ്ടാക്കിയെങ്കിലും അവൾ മാറുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ആദ്യം പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവളുടെ കാര്യം അവൻ പൂർണ്ണമായി വിട്ടിരുന്നു. വൈകുന്നേരം അമ്പലത്തിൽ പോയ മാളവും അമ്മുവും കരഞ്ഞുകൊണ്ടാണ് തിരികെ വന്നത്. പോകുന്ന വഴിയിൽ അവരെ ആരോ ഒരാൾ തടഞ്ഞു നിർത്തി അപമാനിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചത്രേ. രണ്ടുപേരും എങ്ങനെയോ രക്ഷപ്പെട്ടാണ് വന്നത്. കേട്ട ഉടനെ ആദ്യം ചെറിയച്ഛന്റെ മോൻ രാഹുലും ബുള്ളറ്റുമായി പോയി. മാളുവും അമ്മുവും നന്നായി പേടിച്ചിരുന്നു. രാത്രിയിൽ റൂമിൽ ഇരിക്കുകയായിരുന്നു ആരാധ്യ. പെട്ടെന്നാണ് റൂം തള്ളിത്തുറന്ന് ആദ്യ അകത്തേക്ക് വന്നത്. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് താഴെ കൊണ്ടുവന്നു. താഴെ മാളുവിനെയും അമ്മുവിനെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ ആദ്യ അടിച്ചു തളർത്തിയിട്ടിരുന്നു. അയാളുടെ മുന്നിലേക്ക് അവളെ ആദ്യ കൊണ്ടു നിർത്തി. പറയടാ, നിനക്ക് ഇവളെ അറിയോ? അവൻ ആരാധ്യയെ ഒന്ന് നോക്കി. അറിയാം. ഈ മേഡം പറഞ്ഞിട്ടാ ഞാൻ സാറിന്റെ പെങ്ങന്മാരെ ഉപദ്രവിക്കാൻ നോക്കിയത്. അത് കേട്ട് എല്ലാവരും ഞെട്ടി. ആരാധ്യയും അത് കേട്ട് ഞെട്ടി. ഇല്ല, ഞാനല്ല, ഞാൻ അതിനല്ല. അവൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. അപ്പോഴേക്കും അയാൾ ഫോണിൽ ഒരു മെസ്സേജ് കാണിച്ചു. അത് അവളുടെ നമ്പറിൽ നിന്നും അയാൾക്ക് പണം കൊടുത്തതിന്റെ തെളിവായിരുന്നു. ഒപ്പം ചില മെസ്സേജുകളും. അതിൽ പകുതിയും ഡിലീറ്റ് ചെയ്തെന്ന് അവൾക്ക് മനസ്സിലായി. ഇയാളെ അങ്കിളിന്റെ ഓഫീസിലെ ഒരു ജോലിക്കാരന്റെ സഹായത്തോടെയാണ് കണ്ടെത്തിയത്. പക്ഷേ ഇയാളെ ഏൽപ്പിച്ചത് ആദീവിനെ ഒന്ന് വിരട്ടി തന്നെ ഒഴിവാക്കാൻ പറയണമെന്ന് മാത്രമായിരുന്നു. അല്ലാതെ ആ കുട്ടികളെ ഉപദ്രവിക്കാൻ താൻ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ആദി അകത്ത് കയറി ഒരു ബാഗിൽ അവളുടെ സാധനങ്ങളുമായി വന്ന് അവളെ വലിച്ചു കാറിൽ കയറ്റിയിരുന്നു. ചുറ്റുമുള്ളവർ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ അവളുമായി പോയി. അങ്കിളിന്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവിടെ ചെന്നയുടനെ അവളെ കാറിൽ നിന്നും വലിച്ചിറക്കി. ശബ്ദം കേട്ട് മാധവനും ഇന്ദുവും പുറത്തേക്ക് വന്നിരുന്നു. അങ്കിളിനോട് എന്റെ വീട്ടുകാർക്കുള്ള സ്നേഹബന്ധം ഓർത്തു മാത്രമാ ഒരു കല്യാണത്തിന് മനസ്സുകൊണ്ട് തയ്യാറാവാതെ ഇരുന്നിട്ടും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഒരു കളങ്കവുമില്ലാതെ പൂർണ്ണ മനസ്സോടെ തന്നെ ഞാൻ ഇവളെ സ്വീകരിച്ചത്. പക്ഷെ ഇതുപോലൊരു ദുഷിച്ച മനസ്സുള്ള ഒരു പെണ്ണിനെ ഭാര്യയായി കാണാൻ എനിക്ക് പ്രയാസമുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസമേ ആയതുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നതിന് എനിക്ക് ദുഃഖമുണ്ടെങ്കിൽ, പക്ഷെ ഇത് തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ പോലെ എന്റെ വീട്ടുകാരെ സ്വന്തമായി കണ്ട് സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ ഭാര്യയായി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇവൾക്ക് അതിനൊന്നും പറ്റത്തില്ല. ആരെയും സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ ഇവൾക്ക് അറിയില്ല. മനസ്സ് നിറയെ എന്തോ ആണെന്നുള്ള അഹംഭാവം മാത്രമാണ്. സോറി അങ്കിൾ, എന്നോട് ക്ഷമിക്കും. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ അവിടെ നിന്നും പോയി. വീട്ടിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും ഉമ്മറത്ത് തന്നെയുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി ചാടി ഇറങ്ങി പുറപ്പെട്ടോണം. അവൻ ആ മംഗളത്തുകാരുടെ ഗുണ്ടപ്പണിക്ക് നടക്കുന്നവനല്ലേ? അവനെ വിശ്വസിക്കാമോ? ഒന്നുകൂടി എടുത്തിട്ട് അവനെ ഒന്ന് പെരുമാറിയപ്പോൾ അവൻ സത്യം പറഞ്ഞു. ആരും മോള് മക്കളെ ഉപദ്രവിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. മോളെ ഉപേക്ഷിക്കാൻ നിന്നോടൊന്ന് പറഞ്ഞ് നിന്നെ ഒന്ന് വരട്ടാൻ ആ കുട്ടി അവനോട് പറഞ്ഞിരുന്നു. അതേ പറഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ ആ മംഗളത്ത് വീട്ടുകാരുടെ പണിയാ. നീ ഉടനെ ആ കുട്ടിയെ അങ്ങ് കൊണ്ടുപോയില്ലേ? മാധവൻ എന്ത് വിചാരിച്ചു കാണും? അച്ഛൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ എല്ലാവരെയും ഒന്ന് നോക്കി. എന്തു പറയാൻ? കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭർത്താവിന് കൊട്ടേഷൻ കൊടുത്ത ഭാര്യയെ കൂടെ നിർത്താൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവൾ ചിലപ്പോ ഇവരെ ഉപദ്രവിക്കാൻ പറഞ്ഞിട്ടില്ലായിരിക്കും.
എന്ന് കരുതി അവളെ പോലെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒന്നിനെ എനിക്ക് വേണ്ട. നിങ്ങളുടെയൊക്കെ താല്പര്യമല്ലേ ഈ കല്യാണം? എന്റെ രാധുവിന് കൊടുത്ത വാക്ക് എന്നൊക്കെ പറഞ്ഞ അമ്മയ്ക്കല്ലായിരുന്നു അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇത്ര ധൃതി. എന്നിട്ട് എന്തായി? ആദി, അച്ഛനും അമ്മയും ഇല്ലാതെ പറന്ന് പുറത്തൊക്കെ നിന്ന കുട്ടിയല്ലേ. നമ്മളൊക്കെ അംഗീകരിക്കാൻ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും. അതൊക്കെ നമ്മൾ ഓർക്കണ്ടേ? അമ്മ പറയുന്നത് കേട്ട് ആദി ദേഷ്യത്തോടെ മുകളിലേക്ക് പോയി. മാധവന്റെ വീട്ടിൽ തന്റെ മുറിയിൽ കിടന്ന് ആരും എന്തൊക്കെയോ ഓർത്തുപോയി. തെറ്റാണ് ചെയ്തത്. പക്ഷെ കുട്ടികളെ ഉപദ്രവിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അയാളെ ഉപദ്രവിക്കരുതെന്ന് താൻ പറഞ്ഞല്ലോ. ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ. അതല്ലേലും നിഷ്കളങ്കരായ ആളുകൾ അവിടെയുള്ളവർ. അവളെ താൻ ചേരില്ല. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പിറ്റേന്ന് രാവിലെ താഴേക്ക് വന്നപ്പോൾ ആദിയുടെ ചെറിയമ്മമാരും വലിയമ്മമാരും അമ്മയും അവിടെ നിൽക്കുന്നത് കണ്ട് ആരും ഒന്ന് ഞെട്ടി. അവൾക്ക് അവരെ അഭിമുഖീകരിക്കാൻ പ്രയാസം തോന്നി. മോള് വിഷമിക്കണ്ട. ഇന്നലെ നടന്നതിന്റെ സത്യാവസ്ഥ ആ ഗുണ്ട തന്നെ പറഞ്ഞു. ആരു അവരെ ഒന്ന് നോക്കി. അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. എന്നെ അവിടെ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. എന്നെ പോലൊരു പെണ്ണെ നിങ്ങൾ ആരെയും അർഹിക്കാൻ ഒരു യോഗ്യതയുമില്ല. അതുമല്ല, എനിക്ക് പറ്റില്ലമ്മേ. അവൾ പറഞ്ഞു നിർത്തി അവരെ നോക്കി. മോളെ, നിന്റെ അമ്മ രാധികയും ഞാനും സുഹൃത്തുക്കളായിരുന്നു. എന്റെ പ്രാണനെ പോലെ സ്നേഹിച്ച കൂട്ടുകാരിയാവള്. അവൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു. എന്റെ മോന് മോളെ കൊടുക്കാമെന്ന്. നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന്. ആ വാക്ക് എനിക്ക് പാലിക്കണം. അമ്മയ്ക്കറിയാം മോള് വളർന്ന സാഹചര്യങ്ങൾ, രീതികൾ എല്ലാം വ്യത്യസ്തമാണെന്ന്. മോൾക്ക് ഞങ്ങളെയൊക്കെ അംഗീകരിക്കാനും പ്രയാസം തോന്നും. പക്ഷെ മോളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ. അവരെ ഒന്നും നിരാശപ്പെടുത്തരുത്. മോൾക്ക് അവിടെ ഒരു കുറവും ഉണ്ടാകില്ല. മോൾക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ ജീവിക്കാം. ഒന്നിനും ആരും തടയില്ല. എന്റെ മോള് തന്നെയാ നീയും. കുറച്ചു ദിവസം അവിടെ നിന്ന് നിൽക്ക്. എന്നിട്ട് മോൾക്ക് പറ്റില്ലെങ്കിൽ അമ്മ തന്നെ മോളെ ഇവിടെ തിരികെ കൊണ്ടുവരാം. ജീവിതമാണ് മോളെ ഇത്. ദേഷ്യവും വാശിയും മാത്രമല്ല അവിടെ വേണ്ടത്. മോള് കരുതുന്ന പോലെ മോളുടെ ഒരു സ്വപ്നവും കുഴിച്ചും കൂടി ജീവിക്കേണ്ടി വരില്ല അവിടെ നിനക്ക്. എല്ലാ ജീവിതങ്ങളും ഒരുപോലെയല്ല മോളെ. നിനക്കത് അവിടെ വരുമ്പോൾ മനസ്സിലാവും. എല്ലാം മറന്ന് ഞങ്ങളെ ഒന്ന് മനസ്സ് തുറന്ന് സ്നേഹിച്ചു നോക്കും മോൾ. മോളുടെ അമ്മയ്ക്ക് വേണ്ടി. അമ്മ. ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ഇന്ദുവിനെയും മാധവിനെയും ഒന്ന് നോക്കി. അവർക്കും സമ്മതമാണെന്ന് കണ്ടപ്പോൾ ഏതോ ഒരു ഉൾപ്രേരണയിൽ ഒട്ടും ഇഷ്ടമല്ലാതെ ഇറങ്ങി വന്നിടത്തേക്ക് തന്നെ തിരികെ പോവാൻ അവൾ തീരുമാനിച്ചു. ആദി പാടത്തു നിന്നും പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. രാവിലത്തെ മൂകതയൊന്നും ആർക്കുമില്ല. അവനൊരു സംശയത്തോടെ പുറത്തെ ബാത്റൂമിൽ കുളിച്ചിട്ട് റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ കട്ടിലേൽ ഇരിക്കുന്ന ആരുവിനെ കണ്ട് അവന് ദേഷ്യം വന്നു. അപ്പൊ ഇതാണല്ലേ എല്ലാവരുടെയും സന്തോഷത്തിന്റെ കാരണം. നീ വിഷമിക്കണ്ട. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി വന്നതല്ലേ ഇവിടേക്ക്. വൈകാതെ തന്നെ നിന്റെ സ്വഭാവം നന്നായി മനസ്സിലാകുമ്പോൾ അവർ തന്നെ നിന്നെ തിരികെ കൊണ്ടുപോയി വിട്ടോളൂ. വെറുപ്പ് മാത്രമേ ഉള്ളൂ നിന്നോട്. അവൻ ദേഷ്യത്തോടെ ഒരു ടീഷർട്ട് എടുത്ത് റൂമിൽ നിന്നും പോയി. ആരു എന്തൊക്കെയോ ആലോചിച്ച് അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്നാണ് ജനലുകൾ എല്ലാം അടഞ്ഞു കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. അവൾ ഒരു ജനൽ തുറന്നു. പെട്ടെന്ന് മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു തണുപ്പ് അവൾക്ക് തോന്നി. തൊട്ടുമുന്നിൽ വിശാലമായ പാടമാണ്. പാടത്തിന്റെ അവസാനം അങ്ങകലെ അമ്പലം കാണാം. അവിടെ തന്നെ തലയെടുപ്പോടെ നിൽക്കുന്ന ആലും. ഇളം കാറ്റ് വീശുന്നുണ്ട്. ആകാശം അസ്തമയത്തിന് തയ്യാറായി നിൽക്കുന്നു. മുഴുവൻ ചുവപ്പുമയം. അടുത്ത ജനൽ തുറന്നപ്പോൾ അവിടെ ഒരു തുറസ്സായ സ്ഥലമാണ്. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അങ്ങു ദൂരെ അസ്തമയ സൂര്യൻ കുങ്കുമവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്നു. ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി. ഓരോ ദൃശ്യവും അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരുടെയും ഒപ്പം ആരും ഉണ്ടായിരുന്നു. ബ്രെഡും സ്പ്രെഡും ഇല്ലാത്ത കഞ്ഞിയും വയറുമാ. ഓക്കാനം വരുന്നവരൊക്കെ എഴുന്നേറ്റ് പോണം. ആദിയുടെ പറച്ചിൽ കേട്ട് അവൾ എഴുന്നേക്കാൻ തുടങ്ങി. മോൾ അവിടെ ഇരിക്കും. ആദി, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. ചെറിയമ്മ വഴക്ക് പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് പുച്ഛിച്ചു. രാത്രി ഉറങ്ങിക്കിടന്നപ്പോഴാണ് അവൾ എന്തോ ശബ്ദം കേട്ടത്. കറണ്ടില്ല. വല്ലാത്ത തണുപ്പുമുണ്ട്. അപ്പോഴാണ് അവൾ ജനലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടത്. അവൾ ഒന്ന് പുറത്തേക്ക് നോക്കി. പൂർണ്ണചന്ദ്രനായതുകൊണ്ട് നല്ല നിലാവുണ്ട്. ദൂരെ അമ്പലത്തിന്റെ ഭാഗത്തു നിന്നും ആരോ പാട്ടുകൾ പാടുന്നുണ്ട്. ചുറ്റും നിശബ്ദതയായതുകൊണ്ട് ആ പാട്ടാണ് കേട്ടത്. ആരായിരിക്കും അത്? അവൾ കുറച്ചു സമയം അങ്ങനെ തന്നെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഡി, ആ ജനലെല്ലാം തുറന്ന് നീ കൊതുകിനെ അകത്തേക്ക് ക്ഷണിക്കുവാണോ? ആദിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ അവനെ കണ്ടത്. ബാൽക്കണിയിൽ കിടന്ന സെറ്റി അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതിലാണ് അവൻ കിടക്കുന്നത്. അവൾ ഒന്നും പറയാതെ ജനൽ അടച്ചു കിടന്നു. അപ്പോഴും ദൂരെ നിന്നും ആ പാട്ട് കാറ്റുവഴി അകത്തേക്ക് വന്നിരുന്നു. രാവിലെ ആഹാരമൊക്കെ കഴിച്ച് ചുമ്മാ ഹാളിൽ ഇരിക്കുമ്പോഴാണ് കുട്ടിപ്പട്ടാളം അവളുടെ അടുത്തേക്ക് വന്നത്.
അമ്മുവും മാളും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അവൾക്ക് അവരെ കണ്ടപ്പോൾ വല്ലായ്മ തോന്നി. ഏട്ടത്തിക്ക് ദേഷ്യമാണോ? അമ്മു ചോദിച്ചപ്പോൾ അവൾ ഇല്ലേന്ന് തലയാട്ടി. സോറി, അവൾ മാളുവിനോടും അമ്മുവിനോടും പറഞ്ഞു. അയ്യോ ഏട്ടത്തി, സോറി ഒന്നും പറയണ്ട. ഏട്ടത്തി ഒന്നും ചെയ്തില്ലല്ലോ. ഞങ്ങളോട് മിണ്ടാതിരിക്കാതിരുന്നാൽ മതി, അവൾ തലയാട്ടി. അവർ എല്ലാവരും കൂടി ഏണിയും പാമ്പും കളിക്കുകയാണ്. അവളും അവരോടൊപ്പം കൂടി. അങ്ങനെ കുട്ടികളോടൊപ്പം ഇരുന്നപ്പോൾ മനസ്സ് കുറച്ചധികം ഫ്രീ ആയതുപോലെ അവൾക്ക് തോന്നി. കുറച്ചു സമയം കൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ അവൾ കയറിപ്പറ്റി. മാധവൻ കാണാൻ വിളിച്ചത് കൊണ്ട് ബീച്ചിലേക്ക് വന്നതാണ് ആദി. കുറച്ചു സമയമായിട്ടും അയാൾ ഒന്നും പറഞ്ഞില്ല. ആദിമോനെ, നിന്നോട് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിന്റെ കല്യാണത്തിന് മുമ്പേ പറയേണ്ട കാര്യമായിരുന്നു. ഒരുപക്ഷെ എല്ലാം പറഞ്ഞിട്ട് നീ അവളെ വേണ്ടെന്ന് വെച്ചാലോ എന്നൊരു തോന്നലുണ്ടായി. അവനൊരു സംശയത്തോടെ അയാളെ നോക്കി. ആരുമോളുടെ അച്ഛനും അമ്മയും പ്രണയവിവാഹം ചെയ്തവരാണ്. മോൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ, എന്റെ പെങ്ങൾ രാധു, മരിക്കുന്നു. മോളെ കുറച്ചു ദിവസം എനിക്കും അമ്മയ്ക്കും ഒപ്പം നിർത്താൻ ഞങ്ങൾ അവളുടെ അച്ഛനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഭാര്യ മരിച്ച് തനിക്ക് മോള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും അത് വിശ്വസിച്ചു. എന്നാലും ഞങ്ങളുടെ കുട്ടിയല്ലേ, ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഞങ്ങൾ ചെല്ലുമായിരുന്നു. രാധിക മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആരും മോളായിരുന്നില്ല അവളപ്പോൾ. ആകെ ഒരു മാറ്റം, മിണ്ടാട്ടമില്ല, ഒന്നും നോക്കുക കൂടെയില്ല, ആകെ ഒരു വിഷാദഭാവം. 10 വയസ്സുള്ള മകൾക്ക് അമ്മയെ നഷ്ടമായതുകൊണ്ടുള്ള വേദനയാണെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ഓരോ തവണയും മോളുടെ അവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നത് പോലെ. അങ്ങനെ ഒരു ദിവസം ഒരുപാട് വൈകിട്ട് ഞങ്ങൾ മോളെ അവിടെ നിന്നും ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ വൈദ്യപരിശോധന നടത്തിയപ്പോഴാണ് അറിഞ്ഞത് മോള് കുറെ നാളായി ക്രൂരമായി പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നു. കൗൺസിലിംഗ് നടത്തിയപ്പോൾ അറിഞ്ഞു അവളെ ശാരീരികമായി ഉപദ്രവിച്ചത് അവളുടെ സ്വന്തം അച്ഛനും അച്ഛന്റെ അച്ഛനും ചേർന്നാണെന്ന്. കുഞ്ഞായിരുന്നില്ലേ അവൾ, എന്നിട്ടും ആ കഴുകന്മാർ എന്റെ കുഞ്ഞിനെ. ഒന്നും അറിയാതെ ഞങ്ങളും. മാധവൻ കരഞ്ഞുകൊണ്ട് കണ്ണട ഊരിമാറ്റി. ആകെ സ്തംഭിച്ചു നിന്നുപോയി. എന്റെ രാധുവിനെയും അവന്മാർ കൊന്നതാ. ഭ്രാന്തനായിരുന്നു അവൻ. എന്റെ കുഞ്ഞിനെയും അത്രയ്ക്ക് ക്രൂരമായിരുന്നു അവന്മാർ. ഒരുപാട് മുറിവുകൾ അവളുടെ ജനനേന്ദ്രിയത്തിൽ ഉണ്ടായിരുന്നു. അവളെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവർക്കെതിരെ കേസും കൊടുത്തു. പക്ഷേ ശക്തമായ തെളിവുകൾ ഇല്ലെന്ന് പറഞ്ഞ് കാശെറിഞ്ഞ അവന്മാർ രക്ഷപ്പെട്ടു. നമ്മുടെ നാട്ടിലെ നിയമങ്ങളല്ലേ. അന്ന് ഒരുപാട് ചികിത്സിച്ചു, കൗൺസിലിംഗ് നടത്തിയുമൊക്കെയാ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാലും ഭൂതകാലം അവളുടെ ഉള്ളിൽ എന്നും പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി ഉണ്ടായിരുന്നു. ആ കുഞ്ഞു മനസ്സ് മരവിച്ചു പോയിരുന്നു. ആരോടും കൂട്ടില്ല, മിണ്ടില്ല, പഠിക്കുക മാത്രം ചെയ്യും. കുടുംബ ബന്ധങ്ങളിൽ വിശ്വാസം പോലും ഇല്ലാതായി. എല്ലാവരും അവരെ പോലെ ക്രൂരന്മാരാണെന്ന് ചിന്തിച്ചു. ആ ഇടയ്ക്ക് അവളെ ഉപദ്രവിച്ച് എല്ലാവരും ദുർമരണപ്പെട്ടു. അവളുടെ അച്ഛൻ എന്ന് പറയുന്ന ആ ചെകുത്താൻ ജനനേന്ദ്രിയത്തിൽ ക്യാൻസർ വന്ന് വേദന അനുഭവിച്ചു മരിച്ചത്. ദൈവത്തിന്റെ കോടതിയിൽ അവർക്ക് മാപ്പുണ്ടോ? മോൾക്കൊരു മാറ്റമുണ്ടാവാൻ അവളുമായി ഞാനും ഇന്ദു മുംബൈയിലേക്ക് പോയി. അവളുടെ ഉള്ളിൽ ആരെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നുള്ള വാശി നിറച്ചു. പക്ഷേ അവളുടെ ഉള്ളിൽ നഷ്ടപ്പെട്ട കുടുംബ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മോനെ, നീ ഇന്ന് കാണുന്ന ആരാധ്യയല്ല. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സ് എന്റെ കുഞ്ഞിനുണ്ട്. അവളെ മാറ്റിയെടുക്കാൻ നിനക്ക് കഴിയുമെന്നും തന്നെ എന്റെ വിശ്വാസം. അവളുടെ കഥകൾ കേട്ടിട്ടുള്ള സഹതാപമല്ല, അവളോട് ശരിക്കും സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അവളെ സ്വീകരിച്ചാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തിരികെ തന്നേക്ക്, പൊന്നുപോലെ നോക്കിക്കോളാം ഞങ്ങൾ. ആദി മാധവനെ തന്നിലേക്ക് ചേർത്ത് വിളിച്ചു. അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ ആരും അവിടെയൊന്നുമില്ല. അവൻ പാടത്തു പണിക്കാരെ നോക്കാൻ വന്നപ്പോൾ അവിടെ കുട്ടികൾ തോട്ടിൽ തോർത്തുകൊണ്ട് മീൻ പിടിക്കുന്നതും നോക്കി വരമ്പിൽ ഒരു ചിരിയോടെ ഇരിപ്പുണ്ട്. അവന് മാധവൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വല്ലാത്ത വേദന തോന്നി. അവൻ കുറച്ചു നേരം കൂടി അവളെ നോക്കി നിന്നിട്ട് പണിക്കാരുടെ അടുത്തേക്ക് പോയി. ജോലിക്കാരോടൊപ്പം തമാശയൊക്കെ പറഞ്ഞു പാടത്തെ വെള്ളം പോകുന്നതിനുള്ള ചാല് വെട്ടുന്ന അവനെ അവൾ നോക്കി നിന്നു. എല്ലാവരോടും ചിരിച്ചുകൊണ്ടാണ് സംസാരം. വരമ്പിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞ് അവന്റെ അടുത്ത് നിൽപ്പുണ്ട്. തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മുവിനോട് ഇവിടെയുള്ള ലൈബ്രറി എവിടെയാണെന്ന് ചോദിച്ചു. അവളാണ് മുകളിലെ ഒരു റൂമിലേക്ക് കൊണ്ടുവന്നത്. ആ മുറി നിറയെ ബുക്കുകൾ. അവൾ ഒരു സംശയത്തോടെ ഉള്ളിലേക്ക് കയറി. ഏട്ടന്റെ കളക്ഷനാ ഏട്ടത്തി, അമ്മു പറഞ്ഞപ്പോൾ അവൾ അത്ഭുതത്തോടെ നോക്കി. അവിടെ ഒരു ഷെൽഫിലിരിക്കുന്ന മെഡലുകളിലേക്ക് അവളുടെ നോട്ടം പോയി. അതൊക്കെ ഏട്ടന്റെയാ. ആരു സംശയത്തോടെ അമ്മുവിനെ നോക്കി. നിന്റെ ഏട്ടൻ പഠിച്ചിട്ടുണ്ടോ? അമ്മു താടിക്ക് കൈകൊടുത്ത് അവളെ നോക്കി. ഏട്ടത്തിക്ക് ഏട്ടനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലേ? എന്റെ ഏട്ടൻ മദ്രാസ് IITയിൽ നിന്നും ഗോൾഡ് മെഡലോടുകൂടി പാസ്സായ ആളാ. ഒരു വർഷം ഏട്ടൻ സിഡ്നിയിൽ ഒരു കമ്പനിയിലൊക്കെ ജോലി ചെയ്തു. ഭയങ്കര സാലറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഏട്ടന്റെ നാടും ഞങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് തിരികെ പോന്നു. ആരു അത്ഭുതത്തോടെ അവളെ നോക്കി.
കല്യാണം കഴിഞ്ഞ രാത്രിയിൽ അവനോട് പറഞ്ഞതൊക്കെ അവൾക്ക് ഓർമ്മ വന്നു. അതൊരു മണ്ടത്തരമായില്ലേ, ഇത്രയും സാലറി ഉണ്ടായിട്ടും തിരികെ പോരുന്നത്? ഏട്ടത്തി, ഏട്ടൻ പറയുന്നതേ നമുക്ക് എല്ലാവർക്കും ഒരു നിയോഗമുണ്ടെന്നാ. എന്തായാലും അവസാനം അതിലേക്ക് തന്നെ എത്തിച്ചേരും. ഏട്ടനെ ഈ നാടിനും ആവശ്യമുണ്ടെന്നു. അതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഏട്ടന് ചെയ്തു തീർക്കാനുണ്ടെന്നു. അതിന് ആ ജോലിയിൽ നിന്നാ പറ്റില്ല. ഏട്ടന് ബസ് ചെയ്യുന്ന ആള് തന്നെയാ അതാ അവിടം വിട്ടത്. പിന്നെ ഞങ്ങൾക്ക് പാലക്കാട് ഗ്രൂപ്പിന് ആവശ്യത്തിന് സ്വത്തൊക്കെ ഉണ്ട് കേട്ടോ. അവളൊരു ഗമയോടെ പറഞ്ഞപ്പോൾ ആരും അവളെ ചേർത്ത് വിളിച്ചു. ഷെൽഫിൽ നിന്നും പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്നൊരു ബുക്ക് എടുത്തു. തിരികെ റൂമിലേക്ക് വന്നപ്പോൾ അവൻ റൂമിലുണ്ട്. അവളുടെ കയ്യിലേക്കും ബുക്കിലേക്കും നോക്കി അവൻ അവിടെ നിന്നും പോയി. അവൾ ഒരു ചിരിയോടെ ബുക്കുമായി ബെഡിലേക്ക് വീണു. ബുക്കും വായിച്ച് ഒരറക്കവും കഴിഞ്ഞ് ആരും എണീറ്റ് പുറത്തേക്ക് വന്നു. ഉമ്മറത്തെ കിണറ്റിൻകരയിൽ നല്ല ബഹളമാണ്. ഇന്നലെ പോയ കറണ്ടും ഇതുവരെ വന്നിട്ടില്ല. ചെറിയച്ഛനും അച്ഛനും വലിയച്ഛനും എല്ലാവരും വെള്ളം കോരി കൊടുക്കുന്നുണ്ട്. സ്ത്രീജനങ്ങൾ അതൊക്കെ ഓരോ പാത്രങ്ങളിലാക്കി കൊണ്ടുപോകുന്നു. ആരും അവിടേക്ക് ചെന്നു. ആരുമോളെ കണ്ടോ, ഞങ്ങളൊന്നും ജിമ്മിലൊന്നും പോയില്ലേലും നല്ല ഫിറ്റ് ബോഡിയാ. സീക്രട്ട് ഇതൊക്കെയാ, ചെറിയച്ഛൻ ഒരു ഗമയോടെ അവളോട് പറഞ്ഞു. അത് കേട്ട് ചെറിയ ചുമ്മാ എന്ന് അവളോട് കൈകൊണ്ട് കാണിച്ചു. ചെറിയച്ഛനെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു. ആരും അതുകൊണ്ട് ചിരിച്ചുപോയി. ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ ചെറിയച്ഛ? ആര് ചോദിച്ചപ്പോൾ അച്ഛനും വലിയച്ഛന്മാരും അവളെ വേണോ എന്നുള്ള ഭാവത്തിൽ നോക്കി. പ്ലീസ്. അവളുടെ മുഖഭാവം കണ്ട് അവർ സമ്മതിച്ചു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒരു തൊടി വെള്ളം ആരും ഊതിയെടുത്തു. അവസാനം എല്ലാവരും വഴക്ക് പറഞ്ഞപ്പോഴാണ് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയത്. പെട്ടെന്ന് വഴുക്കലിൽ ചവിട്ടി അവൾ നിലത്തേക്ക് വീണു. ഉമ്മറത്ത് തന്നെ കിടന്നുറങ്ങിയിരുന്ന ആദ്യ ബഹളം കേട്ട് അങ്ങോട്ടേക്ക് വന്നു. അവിടെ കാലനക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരും. അവൻ അടുത്തേക്ക് ചെന്ന് അവളുടെ കാലിൽ പിടിച്ചു. വിരലുകൾ ഓരോന്നും നിവർത്തി അവൻ കാലിൽ പിടിച്ച് പതിയെ വലിച്ചു. അവൾക്ക് ജീവൻ നിന്നു പോകുന്നത് പോലെ തോന്നി. അപ്പോഴേക്കും അവൻ അവളെ പൊക്കിയെടുത്ത് ഉമ്മറത്തേക്ക് ഇരുത്തി. ആരും അവനെ മുറുക്കെ പിടിച്ചു. വലിയമ്മ കാലിൽ എണ്ണയിട്ട് നന്നായി തടവി. അപ്പോഴും അവൾക്ക് നല്ല വേദനയുണ്ടായിരുന്നു. റൂമിലേക്കും ആദ്യം എടുത്തുകൊണ്ടാണ് പോയത്. രാത്രി അവൻ റൂമിലേക്ക് വരുമ്പോൾ അവൾ ചുരുണ്ടുകൂടി നല്ല ഉറക്കമാണ്. അവൻ പതിയെ പുതപ്പ് പൊക്കി അവളുടെ കാലിൽ ഒന്ന് തഴുകി. ഏതോ പ്രേരണയിൽ അവൻ അവളുടെ കവിളിൽ ചെറുതായി ചുണ്ടു ചേർത്തു. അവനൊരു ചിരിയോടെ അവളെ നോക്കി അവിടെ നിന്നും പോയി. പിറ്റേ ദിവസം കാലിലെ വേദന കുറഞ്ഞെങ്കിലും പിള്ളേരുടെ കൂടെ കറങ്ങി നടക്കാൻ അവളെ ആരും വിട്ടില്ല. അവളെ ഒരു കസേരയിട്ട് അമ്മമാരെല്ലാം കൂടെ അടുക്കളയിൽ ഇരുത്തിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വലിയച്ഛൻ ഒരു ബോക്സ് നിറയെ ഫ്രൈഡ് ചിക്കനുമായി വരുന്നത്. അവൾക്കത് ഒരുപാട് ഇഷ്ടമാണ്. പിറകെ മണം പിടിച്ച് കുട്ടിപ്പട്ടാളവും എത്തി. ആരു തന്നെ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. ചിക്കൻ കിട്ടിയപ്പോൾ എല്ലാവരും സ്കൂട്ടായി. അമ്മമാർക്ക് കൊടുത്തപ്പോൾ അവർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമായില്ലത്രേ. അവളൊരു ചിരിയോടെ അവിടെ ഇരുന്ന് അത് കഴിച്ചു. അടുക്കളയിൽ എല്ലാവരും ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞ് ജോലി ചെയ്യുവാണ്. ആർക്കും ഇടയിൽ ഒരു കുശുമ്പോ വിദ്വേഷമോ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് തന്റെ അടുത്തേക്ക് വെള്ളവും മറ്റുമായി ഓടി വരുന്നുണ്ട്. ഈ വീടൊരു നരകമാണെന്ന് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു. അല്ല, ഇതൊരു കൊച്ചു സ്വർഗമാണ്. സ്നേഹിക്കാൻ അറിയാവുന്ന കുറച്ചു പേരുടെ സ്വർഗം. വൈകുന്നേരം ആദ്യ വീട്ടിലേക്ക് വന്നപ്പോൾ ചെറിയമ്മ ആരുവിന്റെ തലയിൽ എണ്ണയിട്ട് കൊടുക്കുവാണ്. അവൻ കുറച്ചുനേരം അവളെ തന്നെ നോക്കിയിരുന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളിലേക്ക് അവനൊരു കൗതുകത്തോട് നോക്കി നിന്നു. കാച്ചെണ്ണയുടെ മണം ഇവിടെ വരെ വരുന്നുണ്ട്. അവളുടെ മുടിയിൽ മുഖം പൂഴ്ത്തി ആ മണം ആസ്വദിക്കാൻ അവന് ആശ തോന്നി. പെട്ടെന്ന് ഒരു ചിരിയോടെ തിരിഞ്ഞ അവൻ മുന്നിൽ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ഛനെ കണ്ട് ഒരു നിമിഷം ഒന്നു നിന്നു. അയാൾക്കൊരു ഉമ്മ കൊടുത്ത് അവൻ അവിടെ നിന്നും ചിരിയോടെ ഓടിപ്പോയി. തെമ്മാടി. അയാളൊരു ചിരിയോടെ അവനെ നിന്നും പോയി. കുഞ്ഞിലെ ആരുവിന് പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്കിപ്പോൾ പഠിപ്പിക്കാൻ കുറച്ച് കുട്ടികളെ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛന്മാർ. ട്യൂഷനൊന്നും പോകാൻ നിവർത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെയാണ് ട്യൂഷൻ എടുക്കുന്നത്. ഫ്രീ ആയി. അവൾക്ക് അതിൽ വലിയ സന്തോഷവും തോന്നി. എന്തൊക്കെയോ നേടിയെന്നൊരു തോന്നൽ ഓരോ ദിവസവും കഴിയുന്തോറും അവൾക്കുണ്ടായി. ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത സന്തോഷം. ആരുവിന്റെ പുതിയ ജീവിതം. അങ്ങനെയാണ് അവൾക്ക് തോന്നിയത്. ഭൂതകാലത്തെ ഓർമ്മകൾ ഇന്നവളെ വേട്ടയാടുന്നില്ല. സന്തോഷം മാത്രം. രാത്രിയിൽ അമ്മുവിന്റെ റൂമിൽ ഇരിക്കുമ്പോഴാണ് അവൾ ഒരു പഴയ ആൽബം കാണിക്കുന്നത്. കുഞ്ഞാദിയുടെ കുറെ ഫോട്ടോസ് അതിലുണ്ട്. അവൾ ഒരു ചിരിയോടെ അതൊക്കെ കണ്ടു. പെട്ടെന്ന് അതിൽ ഉടുപ്പൊന്നും ഇടാതെ ഒരു ചിരിയോടെ നിൽക്കുന്ന കുഞ്ഞാദിയുടെ ഫോട്ടോ അവൾ കണ്ടു. 2 or 3 വയസ്സുള്ളപ്പോൾ ഉള്ളതാണ്. അവൾ അമ്മു അറിയാതെ ആ ഫോട്ടോ പാന്റിന്റെ പോക്കറ്റിലേക്ക് വെച്ച്. കുളി കഴിഞ്ഞ് രാത്രിയിൽ അലമാരിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തലമുടി ചെയ്യുകയാണ് ആദി. ആരു അതിനടുത്തുള്ള ക്ലോത്ത് സ്റ്റാൻഡിലേക്ക് ചാരി നിന്നു. അവളെ ഒന്ന് നോക്കി അവൻ വീണ്ടും മുടി ചെയ്യും. ഒരു ചൂളം വിളി കേട്ട് അവൻ നോക്കിയപ്പോൾ ആരുവാണ്. അവനൊരു സംശയത്തോടെ നോക്കിയപ്പോൾ
ദേ തന്റെ ന്യൂഡ് ഫോട്ടോ അവളുടെ കയ്യിൽ. അതിന്റെ കൂടെ അവന്റെ മുഖത്തെ ഭാവം കണ്ടുള്ള അവളുടെ ചിരി കൂടെ ആയപ്പോൾ അവൻ അത് തട്ടിപ്പറിക്കാൻ നോക്കി. അവൾ അതുമായി കട്ടിലിന്റെ ചുറ്റുമോടി. അവസാനം റൂം തുറന്ന് വെളിയിലേക്ക് പോകാൻ തുടങ്ങിയ അവളെ അവൻ പൊക്കിയെടുത്ത് കട്ടിലേക്ക് ഇട്ടു. അവനും ബെഡിലേക്ക് കിടന്ന് അത് വാങ്ങാൻ നോക്കി. അവൻ അടുത്തേക്ക് വരുംതോറും പിന്നിലേക്ക് നീങ്ങി ഒരു ചിരിയോടെ ആ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചു. അവൻ ഒരു കുസൃതി ചിരിയോടെ അവളുടെ കാലിൽ പിടിച്ച് താഴേക്ക് വലിച്ചു. അവൾ നിരങ്ങി അവന്റെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ അവൻ ആ ഫോട്ടോ സുഖമായി എടുക്കാം. പക്ഷേ ആദ്യം അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി അവൾ കരിയിലേക്ക് കിടന്നു. അവളും അറിയാതെ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിപ്പോയി. കണ്ണെടുക്കാൻ അവൾക്ക് സാധിച്ചില്ല. പെട്ടെന്ന് ആദ്യം അവളുടെ ഉണ്ടക്കവളിൽ അമർത്തിക്കടിച്ചു. അവളൊരു ശിൽക്കാരത്തോടെ അവനെ ചേർത്ത് പിടിച്ചു. വേദനയോടൊപ്പം എന്തോ ഒരു സുഖം വന്നു നിറയുന്നത് അവൾ അറിഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ച് പെട്ടെന്ന് എണീറ്റുപോയി. അവൾ അങ്ങനെ തന്നെ കുറച്ചു നേരം ചിരിയോടെ കിടന്നു. രാവിലെ അമ്മയോടും മാളുവിന്റെയും കൂടെ കൊൾപ്പടവിലേക്ക് വന്നതാണ് ആരു. അമ്മ അവൾക്ക് കച്ച കെട്ടിക്കൊടുത്തു. ഏതോ സുഗന്ധമുള്ള തൈലം അമ്മ കിണ്ണത്തിൽ നിന്നും ആരുവിന്റെ കയ്യിലും കാലിലും തേച്ചു കൊടുത്തു. അമ്മ, ഈ തൈലമൊന്നും തേച്ചില്ലെങ്കിലും ഏട്ടത്തി സുന്ദരിയാ. മാളു അമ്മയെ കളിയാക്കി പറഞ്ഞു. ഒന്ന് പോടി പെണ്ണെ. എന്നും എന്റെ മോളുടെ സൗന്ദര്യം ഇങ്ങനെ നിലനിൽക്കാനാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അമ്മു മാളുവിന്റെ തലക്കൊരു കിഴുക്ക് കൊടുത്ത് ആരുവിനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. മാളുവും അവരുടെ പുറകെ പോയി. ആരു കാല് പതിയെ വെള്ളത്തിൽ തൊട്ട് നോക്കി. നല്ല തണുപ്പുണ്ട്. അവൾ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഒരു ചെറു ചിരിയോടെ തിരിഞ്ഞപ്പോൾ തൊട്ടു പിന്നിൽ ആദി. ആ ഞെട്ടലിൽ പിന്നിലേക്ക് വെള്ളത്തിലേക്ക് വീഴാൻ പോയ അവളെ അവൻ ചേർത്ത് പിടിച്ചു. ഒരു മുണ്ടിന്റെ മാത്രം മറവിൽ അവനോട് ചേർന്ന് നിന്നപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വിറയൽ കടന്നുപോയി. ഏട്ടത്തി, ഞാൻ മറപ്പുരയിലുണ്ട് മാളൂസേ. ഇത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞോ? മാളുവിന്റെ ചോദ്യം കേട്ട് അവൾ ദയനീയമായി അവനെ നോക്കി. അവന്റെ നോട്ടം മുഴുവൻ അവളിലായിരുന്നു. അത് പിന്നെ ആ ഡ്രസ്സ് അഴിഞ്ഞു പോവാൻ തുടങ്ങിയപ്പോ വന്നതാ. ആ, ഓക്കെ, വേഗം വായോ. മാളു അവിടെ നിന്നും പോയെന്ന് മനസ്സിലായപ്പോൾ അവൻ ഒന്നുകൂടി അവളിലേക്ക് ചേർന്നു നിന്നു. ഇഷ്ടമായോ ഇവിടെ എല്ലാവരെയും? അവൻ പതിയെ എന്ന് അവളോട് ചോദിച്ചു. അവൾ തലയാട്ടി. എല്ലാരെയും ഇഷ്ടായോ? അവൻ വീണ്ടും തലയാട്ടി. എന്നെയോ? അവൾ അവനെ തന്നെ നോക്കി നിന്നു. ആ നോട്ടത്തിൽ നിന്നും തനിക്കുള്ള ഉത്തരം അവന് കിട്ടി. അവൻ അവളുടെ നഗ്നമായ കഴുത്തിലെ മറുകിലേക്ക് അമർത്തി ഒന്ന് വെച്ചു. പതിയെ അത് നുഴഞ്ഞെടുത്തു. അവളും അവനെ തന്നിലേക്ക് അടുപ്പിച്ചു പിടിച്ചു. അമ്മുവിനൊപ്പം ആദ്യമായി ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ആരു. ആദിയോട് പറഞ്ഞപ്പോൾ കൊടിയേറ്റത്തിന് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞു. പാടവും കുളവും തോടും എല്ലാം അവളിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചു. തന്നെ പരിചയമില്ലാത്ത എല്ലാവരെയും അമ്മു പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അവരെല്ലാം സംസാരിക്കുന്നത്. അത് ആദിയോടുള്ള അവരുടെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഭാഗമാണെന്ന് അവൾക്ക് മനസ്സിലായി. ഏട്ടത്തി, ചോദിച്ചിരുന്നില്ലേ രാത്രി പാട്ടുപാടുന്നത് ആരാണെന്ന്? ആ അപ്പൂപ്പനാ. വർഷങ്ങളായിട്ട് ഇവിടെയുണ്ട്. ഊരും പേരും ഒന്നും ആർക്കും അറിയില്ല. ഒസുണ്ടെന്നാ എല്ലാരും പറയണേ. അമ്പലത്തിൽ നിന്നും ആഹാരം കഴിക്കും. കിടപ്പൊക്കെ ആളിന്റെ ചോട്ടിലോ അമ്പലത്തിന്റെ നടപ്പന്തലിലോ ആണ്. അയാളുടെ അടുത്തെത്തിയപ്പോൾ ആരും ഒന്ന് ചിരിച്ചു. സങ്കടമൊക്കെ മാറി കാണുമല്ലോ. അവന്റെ അടുക്കലേക്ക് എത്തിച്ചേർന്നില്ലേ? ചേർത്ത് പിടിച്ചോളും. സ്നേഹം കൊണ്ട് മൂടും. അവളോട് അയാൾ പറഞ്ഞത് കേട്ട് അമ്മു അത്ഭുതത്തോടെ നോക്കി. ആരു ഒരു ചിരിയോടെ അമ്പലത്തിലേക്ക് നടന്നു. മഹാദേവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ തന്റെ പ്രാണന്റെ രൂപം മാത്രമായിരുന്നു. തിരികെ റൂമിലേക്ക് വന്ന് സാരി മാറാൻ തുടങ്ങുമ്പോഴാണ് ആദ്യ പെട്ടെന്ന് റൂമിലേക്ക് കയറി വന്നത്. അവൻ അടുത്തേക്ക് നടക്കുന്തോറും അവൾ പുറകിലേക്ക് പോകും. അവസാനം അലമാരയിൽ തട്ടി നിന്നപ്പോൾ അവനൊരു ചിരിയോടെ അവളോട് ചേർന്ന് നിന്നു. എന്തോ ഒരു പുറവുണ്ടല്ലോ. അവനത് പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ നോക്കി. എവിടെ? അവൻ ഇടുപ്പിൽ നിന്നും സാരി വലിച്ചു താഴ്ത്തി അവളുടെ വയറിൽ മൃദുവായി തഴുകി. ഇവിടെ. അവനൊരു ചിരിയോടെ പറഞ്ഞിട്ട് അവൾക്കൊരു ബോക്സ് കൊടുത്തിട്ട് അവിടെ നിന്നും പോയി. അവൾ അത് തുറന്നു നോക്കിയപ്പോൾ നല്ല വീതിയുള്ള മുത്തുകൾ പിടിപ്പിച്ച പൊന്നരഞ്ഞാണമാണ്. അവൾ അതൊരു നാണത്തോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. രാത്രിയിൽ കിടക്കാൻ സമയമായിട്ടും അവനെ കണ്ടില്ല. ആരു ബെഡിലേക്ക് കിടന്നു. അവൻ ഇപ്പോഴും നെറ്റിയിലാണ് കിടത്തം. ഇവിടെ വന്ന് കിടന്നൂടെ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും അവൾ ഒന്നും ചോദിച്ചില്ല. അവന് തോന്നുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ചു. ഉറക്കം കണ്ണിനെ തഴുകിയെത്തിയപ്പോഴാണ് ആരോ ചേർത്ത് പിടിച്ചു കിടക്കുന്നത് ആരു അറിഞ്ഞത്. ആ ഗന്ധത്തിൽ നിന്നും നിശ്വാസങ്ങളിൽ നിന്നും അവൾക്ക് ആളെ മനസ്സിലായിരുന്നു. അവൻ അവളോട് ചേർന്ന് കിടന്ന് ടീഷർട്ട് പതിയെ പൊക്കി. അവന്റെ വിരലുകൾ അവിടമാകെ എന്തോ തിരഞ്ഞു നടന്ന് അവസാനം തിരഞ്ഞത് കണ്ടെത്തിയതുപോലെ അരഞ്ഞാണത്തിൽ അവന്റെ പിടിമുറുകി. അവളുടെ കാതിൽ ചുംബിച്ചു. താങ്ക് യു. അവൻ പറയുന്നത് കേട്ട് ഒന്നുകൂടി അവൻ അവളോട് ചേർന്ന് കിടന്നു. ആരു റൂമിലെ സാധനങ്ങളൊക്കെ അടുക്കിപ്പിറക്കി വെക്കുമ്പോഴാണ് ആദ്യ ഓടി അണച്ചു വരുന്നത്. അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു നിന്നു.
ആരു, നിനക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അങ്കിൾ പറഞ്ഞിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിനോട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അവനിപ്പോൾ എന്നെ വിളിച്ചു. ഉടനെ അവനെ പോയി നമുക്ക് കാണണം. അവനിപ്പോൾ ടൗണിലുണ്ട്. വേഗം റെഡിയാകും. അവൻ അത്രയും പറഞ്ഞ് നിർത്തിയപ്പോഴേക്കും അവൾ അവനെ തന്നെ ഉറ്റുനോക്കി നിന്നു. റിസർച്ച് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമല്ലോ. എനിക്കിപ്പോൾ 2 ആഗ്രഹങ്ങളുണ്ട്. സാധിച്ചു തരാമോ? അവൻ അവളെ ഒന്ന് നോക്കി തലയാട്ടി. ഉറപ്പായിട്ടും. നിന്റെ ഏത് ആഗ്രഹങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും. പറ. എനിക്കൊരു ട്രസ്റ്റ് തുടങ്ങണമെന്നുണ്ട്. പഠിക്കാൻ കഴിവുണ്ടായിട്ടും സാമ്പത്തികമില്ലാതെ മുന്നോട്ട് പഠിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് കുട്ടികളില്ലേ? അർഹതപ്പെട്ട കുട്ടികളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കും. അതുപോലെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പെൺകുട്ടികൾ, അവർക്കൊരാശ്രയം പോലെ ഏതെങ്കിലും സ്വയം തൊഴിൽ സംരംഭം. നമ്മളെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തണം. അതിനുവേണ്ടി ഓരോ നാട്ടിലെയും പ്രധാനപ്പെട്ട ആളുകളെ കാണണം. പതിയെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ട്രസ്റ്റിന്റെ പ്രവർത്തനം എത്തിക്കണം. അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. ഞാനുണ്ടാവും. എന്തിനും കൂടെ ഞാനുണ്ടാവും. ഇതിനുള്ള കാര്യങ്ങൾ ഉടനെ നമുക്ക് ചെയ്യാം. നിന്റെ ആഗ്രഹം പോലെ നമുക്ക് ചെയ്യാം. 2ാമത്തെ ആഗ്രഹം എന്താ? ആരു ഒരു ചിരിയോടെ അവനെ തന്നെ നോക്കി. അവനെ കെട്ടിപ്പിടിക്കാനായപ്പോൾ പെട്ടെന്ന് ആദ്യം ഒഴിഞ്ഞു മാറി. വാഴത്തോപ്പിൽ പണിയായിരുന്നു ഞാൻ. മേത്ത് മുഴുവൻ അഴുക്കാ. അവൻ പറഞ്ഞു തീരും മുമ്പേ അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് അവന്റെ ഗന്ധം ഉള്ളിലേക്ക് എടുത്തു. ഇതാ എന്റെ ആഗ്രഹം. എനിക്ക് വേണം, എന്റെ മാത്രമായിട്ട്. അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ ആദ്യം അവളെ അവനിലേക്ക് ചേർത്ത് ഇറുകെ കെട്ടിപ്പിടിച്ചു. അന്ന് വൈകുന്നേരം എല്ലാവരും കൂടെ അമ്പലത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള നാടകം കാണാൻ പോയി. അമ്മമാരുടെയും കുട്ടിൻസിന്റെയും കൂടെ ആയിരുന്നു ആരു. ഇടയ്ക്ക് ചുറ്റുമൊന്ന് നോക്കിയപ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടു. കണ്ണുകൾ കൊണ്ട് അവളോട് കൂടെ ചെല്ലാൻ ആംഗ്യം കാണിക്കുന്നുണ്ട്. അവൾ ഇല്ലെന്ന് പതിയെ തലയാട്ടി ചിരിയോടെ തിരിഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയോട് അവൻ എന്തോ വന്ന് പറയുന്നത് ആരോ ശ്രദ്ധിച്ചു. മോളെ, ആദിക്ക് നല്ല തലവേദനയെന്ന്. മോൾ അവന്റെ ഒപ്പം ഒന്ന് വീട്ടിലേക്ക് പോക്കും. ഞങ്ങൾ എന്തായാലും ഇത് കഴിഞ്ഞേ വരുന്നുള്ളൂ. ആര് തലയാട്ടി അവന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ആരോടൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൻ അവളുടെ പിറകെ നടന്നു. വീടെത്താറായപ്പോൾ അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു. അവൾ ഒന്ന് പേടിച്ചെങ്കിലും അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് ചേർന്ന് കിടന്നു. അവൻ അവളുമായി നേരെ പോയത് കുളപ്പടവിലേക്കാണ്. തെളിനിലാവിൽ ആമ്പൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കുളം അവൾ ഒരു അത്ഭുതത്തോടെ അവന്റെ കൈകളിൽ കിടന്നു കണ്ടു. അവൻ അവളെ കുളപ്പടവിലേക്ക് കിടത്തി. അവളെ തന്നെ നോക്കി അവൻ വശ്യമായ ചിരിയോടെ ഷർട്ട് ഊരുന്നത് കണ്ട് അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. സാരിയുടെ തലപ്പാവ് നീക്കി ആദി അവളുടെ പൊക്കിൾ ചുഴിയിലേക്ക് അരഞ്ഞാണവും കൂടി ചേർത്തു മുത്തി. ആദിയേട്ട, അവൾ ഒരു പിടച്ചിലോടെ വിളിച്ചപ്പോൾ അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. അവന്റെ നിശ്വാസവും ഒപ്പം ചുണ്ടുകളും നാവും മുഖത്തൂടെയും പിന്നീട് ശരീരം മുഴുവനും അലഞ്ഞു നടന്നതും അവൾ അറിഞ്ഞു. തടസ്സമായി നിന്ന വസ്ത്രങ്ങൾ അവളിൽ നിന്നും അഴിച്ചു മാറ്റി. അവളുടെ ചുണ്ടുകൾ അവൻ കടിച്ചെടുത്തു. പിന്നീട് അവന്റെ കൈകൾ അവളുടെ ശരീരം മുഴുവൻ അലഞ്ഞു നടന്നതും അവൾ അറിഞ്ഞു. ഏതോ ഒരു നിമിഷം ആവേശത്താൽ അവൾ ഊർന്നു പൊങ്ങിപ്പോയി. അവൾക്ക് വല്ലാത്തൊരു തരിപ്പ് ദേഹമാകെ തോന്നി. അവളുടെ നഗ്നതയിലേക്ക് അവന്റെ നഗ്നതയും അലിഞ്ഞു ചേർന്നു. രണ്ടുപേരും ഒന്നായി മാറി. അവളുടെ ആഴങ്ങളിലേക്ക് അവൻ ചേർന്നു. അവരുടെ പ്രണയം കണ്ട് പൂർണ്ണചന്ദ്രൻ മേഘങ്ങൾക്കിടയിലേക്ക് മറിഞ്ഞു. ആമ്പലുകൾ നാണിച്ചു കൂമ്പി. പരൽമീനുകൾ വെള്ളത്തിലേക്ക് ഊളിയിട്ടു. 5 വർഷങ്ങൾക്ക് ശേഷം ഇത്തവണത്തെ പത്മശ്രീ പുരസ്കാരം നേടിയവരുടെ കൂട്ടത്തിൽ ആശ്രയ ട്രസ്റ്റിന്റെ ചെയർപേഴ്സൺ ആരാധ്യ ആദ്യവും ഉണ്ടെന്നുള്ള വാർത്തയിൽ സന്തോഷിച്ചു നിൽക്കുകയാണ് പാലിക്കൽ തറവാട്. ഇന്ന് ഇന്ത്യയിൽ ആകെ പടർന്നു കിടക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന, നിരാലംബരായ സ്ത്രീകൾക്ക് വരുമാനമാർഗം നൽകുന്ന ഫൗണ്ടേഷനാണ് ആശ്രയ. ആരൂനെ ചേർത്ത് പിടിച്ച് ചുംബിച്ച് ആദ്യം അവന്റെ സന്തോഷം പ്രകടിപ്പിച്ചു. ബാക്കി സന്തോഷം രാത്രിയിൽ. അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോൾ ആരു അവനൊരു പിച്ചു കൊടുത്തു. അവരുടെ ഇരട്ടക്കുട്ടികൾ എസ്തറും റയാനും ബെഡിൽ നല്ല ഉറക്കത്തിലാണ്. എന്റെ മക്കൾ ഭാവിയിൽ ആരെപ്പോലെ ആകണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവരുടെ അമ്മയെപ്പോലെ ആകണമെന്ന്, ഒരുപാട് ഉയരങ്ങളിൽ എത്തണമെന്ന്. അത് കേട്ട് ആരു അല്ലെന്ന് തലയാട്ടി. അല്ല, അവരുടെ പപ്പയെപ്പോലെ ആയാൽ മതി അവർ. ആദ്യം ഇല്ലെങ്കിൽ ആരാധ്യയില്ല. എന്റെ ആത്മാവ് അത് നിങ്ങളിലല്ലേ. എന്റെ പുണ്യമാണ് ആദ്യേട്ടാ നിങ്ങൾ. പിന്നെ ഈ കുടുംബവും. ഐ ലവ് യു. ആദി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നും കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പിൽ, എന്നും ചേർത്ത് പിടിക്കുമെന്ന ഉറപ്പിൽ. കൂടുതൽ പ്രണയം നിറഞ്ഞ, നർമ്മം നിറഞ്ഞ സ്റ്റോറികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.